ഓവർനൈറ്റ് ഞങ്ങൾ ഷിപ്പിലായിരുന്നു. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. സ്വീഡൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം പോർട്ടിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ആ ഷിപ്പിൽ നമ്മൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, നമ്മളെ കയറ്റിക്കൊണ്ട് വന്ന പല വാഹനങ്ങളും അതിനുള്ളിലുണ്ടായിരുന്നു. അതിൽ കണ്ടെയ്നേഴ്സും പെടുന്നുണ്ട്, അതുപോലെ തന്നെ കാറുകളും ബസ്സുകളും അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും അതിലുണ്ട്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ടാണ് അവർ ഇറക്കുന്നത്. കുറച്ച് നമ്മൾ മനുഷ്യന്മാരെയൊക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ അവർ കുറേ നേരം വണ്ടികൾ വിട്ടു, പിന്നെയും കുറേ മനുഷ്യന്മാരെ, അതായത് അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് അവർ ഇറക്കിയിരുന്നത്. ഇപ്പോൾ പുറത്തേക്ക് കടന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് തണവൊന്നും ഫീൽ ചെയ്തിരുന്നില്ല കേട്ടോ. പക്ഷേ പുറത്തേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് നല്ല അസല് തണവായിരുന്നു. ഞങ്ങൾ വെറുതെ ഡ്രസ്സ് കോട്ടിട്ടിരുന്നു. പക്ഷേ എന്നാലും ആ കോട്ടിൻ്റെ ബട്ടൺസ് ഒന്നും പൂട്ടാതെയായിരുന്നു ഞങ്ങളിൽ പലരും ഉണ്ടായിരുന്നത്. ഇവിടെ പുറത്തേക്ക് കടന്നപ്പോഴാണ് നമുക്ക് അത്രയും തണവാണ്, ഗ്ലൗസ് വേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലുള്ള അത്രയും തണവായിരുന്നു സ്റ്റോക്ക്ഹോമിൽ ഉണ്ടായിരുന്നത്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ തുറസ്സായ ഒരുപാട് തെരുവുകൾ കാണാം. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ. പല ചെറിയ ദ്വീപുകളും പാലങ്ങളും എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു നഗരം. അതുകൊണ്ട് തന്നെയാണ് വെനീസ് ഓഫ് ദ നോർത്ത് എന്ന പേര് സ്വീഡനിൽ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ആ വഴിക്കുണ്ടല്ലോ, ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു പാലം ഉണ്ടല്ലോ, ആ പാലം അങ്ങ് പൊങ്ങി പെട്ടെന്ന്. ഞങ്ങൾ ബസ്സൊക്കെ ഇങ്ങനെ സ്റ്റോപ്പായി. അപ്പോൾ സ്റ്റോപ്പായപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക എന്തുകൊണ്ടാണ് ഇത്രയധികം ട്രാഫിക് വന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാലം അങ്ങ് പൊങ്ങിയതിന് ശേഷം അടിയിൽ കൂടെ, ആ പാലത്തിനടിയിൽ കൂടെ ഒരു വലിയ ഷിപ്പ് കടന്നുപോയി. ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജിമലാണ്. അപ്പോൾ അതിനടിയിൽ കൂടെ ഒരു ഷിപ്പ് അങ്ങ് കടന്നുപോയി. ഷിപ്പ് കടന്നു പോയതിന് ശേഷം വീണ്ടും ആ പാലം ഒരു നന്നായി വൃത്തിയായി തന്നെ അത് വീണ്ടും ക്ലോസ് ആയതിന് ശേഷം സാധാരണ എങ്ങനെയാണോ നമ്മളെല്ലാവരും റോഡിൽ കൂടെ പോകുന്നത് അതുപോലെ ഞങ്ങളുടെയൊക്കെ വണ്ടികൾ അതിന് മേലെ കൂടെ പോകാനായിട്ട് തുടങ്ങി. ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ച. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സ്വീഡനൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ടെക്നോളജിക്കലായിട്ടായാലും ഡെവലപ്മെൻ്റായിട്ടും ഒരുപാട് പുരോഗമിച്ചിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സ്വീഡൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വടക്കൻ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. ലോകത്തിൽ തന്നെ ഏറ്റവും പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന സ്വീഡനിൽ സമാധാനവും ശാന്തിയും നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്വീഡൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒഫീഷ്യലി നോക്കുകയാണെന്ന് വെച്ചാൽ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഒരു ഏകാധിപത്യ ഘടനയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. പക്ഷേ ഇവിടുത്തെ പ്രധാന അധികാരം എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് എലക്ഷൻ വയ്ക്കില്ലേ, അതുപോലെ എലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന പാർലമെൻറ്റിന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്വീഡൻ്റെ നമ്മളുടെ ഭൂമിയിൽ സ്വീഡൻ കിടക്കുന്ന ആ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം എന്ന് പറയുന്നത് അത് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ആവോളം സൗന്ദര്യം സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട്. കുറേയേറെ കാടുകൾ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ തടാകങ്ങൾ, ഉൾക്കടലുകൾ, അതൊക്കെ കായലുകൾ, അതൊക്കെ അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ നാടിന് സമ്പന്നമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്രകാരമാണ് കേട്ടോ. എങ്ങനെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാലും സ്വീഡൻ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ലക്ഷത്തിലധികം തടാകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ തടാകങ്ങളുടെ നാട് എന്നൊരു പേരും കൂടി സ്വീഡനുണ്ട്. അതിന് കാരണം ഇത്രയധികം തടാകങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സ്വീഡനിൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പേരും സ്വീഡന് വന്നിട്ടുള്ളത്.
ഇനി നമ്മൾ സോഷ്യൽ ലൈഫാണ് നോക്കുന്നത് എങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് ഈക്വാലിറ്റിക്കാണ്. രണ്ടാമത് അവർ പ്രാധാന്യം നൽകുന്നത് വെച്ചാൽ ക്ലെൻലിനെസ്സിനാണ്. അപ്പോൾ ഈ രാജ്യം എന്ന് പറയുന്നത് മനോഹരമാകുന്നതിൻ്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലനവും അതുപോലെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ക്ഷേമപരമായിട്ടുള്ള ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്വീഡൻ മുന്നിലാണ്. കാരണം അവരുടെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള സൗകര്യവും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് നമ്മളുടെ സർവകലാശാലകളുണ്ടല്ലോ, കോളേജ് ലെവലിലുള്ള വിദ്യാഭ്യാസം ഉൾപ്പെടെ പല എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും അവർക്ക് സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇവിടെയുള്ള ജനങ്ങൾ, ഒട്ടുമിക്ക ജനങ്ങളും ചെറുപ്പം തൊട്ട് തന്നെ വായനാശീലം കൂടുതലായിട്ടും ശീലിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വീഡിഷ് ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീഡിങ്ങിന് നല്ല താല്പര്യമുള്ളവരാണ്. പ്രകൃതിയെയും സാങ്കേതികവിദ്യയെയും ഒക്കെ ഒരുപോലെ സംരക്ഷിച്ച് മുന്നേറുന്ന ഒരു ദേശമാണ് ഈ സ്വീഡൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലോകത്ത് ഉള്ള ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു മാതൃകയാണ് സ്വീഡൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോമാണ്. അതുപോലെ സ്വീഡൻ്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്വീഡിഷ് ആണ്. കറൻസി സ്വീഡിഷ് ക്രോണയാണ് കേട്ടോ. ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, അവർ പ്രകൃതിയെ ആവോളം ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വനങ്ങളും തടാകങ്ങളും പർവ്വതങ്ങളും അതുപോലെ നോർത്തേൺ ലൈറ്റും അതിനൊക്കെ ഇത്രയധികം പ്രാധാന്യം നൽകുന്നതും. ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്താനുള്ള ആ അവരുടെ ഒരു വ്യഗ്രതയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കണ്ടാലും മതിയാവില്ലാന്നേ, അത്രയും മനോഹര രാജ്യം. ഒരുപാട് തടാകങ്ങളുണ്ട്. ആ തടാകത്തിനൊന്നും തന്നെ ഒരു വേസ്റ്റ് പോലും അവിടെ ഇല്ല, ഒന്നും കാണാനില്ല വേസ്റ്റൊന്നും. അതിലുള്ളത് കുറച്ച് ഷിപ്പുകളോ അതെല്ലാം വെച്ചാൽ ഹൗസ് ബോട്ടുകൾ പോലുള്ള ബോട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ആ തടാകങ്ങളിലൊക്കെ ഉള്ളൂ. അതല്ലാണ്ട് ഒരുപാട് ചപ്പ് ചവറുകളിട്ട് വേസ്റ്റ് ഇട്ട് മണമടിച്ച് അങ്ങനെയുള്ളൊരു സംഭവമല്ല ആ സ്വീഡനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. പോകുന്ന വഴികളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള കനാലുകളായിട്ടും തടാകങ്ങളുമായിട്ടും ഒക്കെ കാണാൻ വെള്ളത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഇവരുടെ ഫുഡിൽ ഏറ്റവും പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് മീറ്റ് ബോൾസിനാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഒക്കെ ഈ മീറ്റ് ബോൾസ് ഉണ്ടായിരിക്കും. നമുക്കൊന്നും പറ്റിയില്ല എന്ന് വെച്ചാൽ, നോൺ വെജിറ്റേറിയൻസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഈ ഇതെടുത്ത് കഴിക്കാം, മീറ്റ് ബോൾസ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയൊരു എരിവും ഉപ്പും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള മീറ്റ് ബോൾസ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡൊക്കെ പിടിക്കാതെ വരുമ്പോൾ ഞാൻ അതായിരുന്നു കേട്ടോ മിക്കപ്പോഴും കഴിച്ചിരുന്നത്. പിന്നെ സ്വീഡൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജനസംഖ്യ ഇവിടെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വനപ്രദേശങ്ങളാണ് കൂടുതലായിട്ടും കാണുക. ഏകദേശം 53% വനപ്രദേശങ്ങൾ മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സ്വീഡനിലേക്ക് വന്നതുണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാൾട്ടിക് സമുദ്രത്തിലൂടെയാണ് നമ്മൾ ഈ സ്വീഡനിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾക്ക് ഇവിടെ എത്തിയതിന് ശേഷം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ബാൾട്ടിക് സമുദ്രം എന്ന് പറയുന്നത് കേട്ടോ. എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ വെള്ളം നിറവായിട്ട്, ഞാൻ പറഞ്ഞല്ലോ കുറേയധികം ജലാശയങ്ങൾ അവിടെ ഉണ്ട്, അതിൽ നമുക്ക് ബാൾട്ടിക് സമുദ്രവും കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്വീഡനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക്ഹോമിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുമായിട്ട് ഉള്ള സിറ്റി ഹാള് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അതായത് ഈ സിറ്റി ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന കട്ടകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ സിറ്റി ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന വഴികളിലും നമ്മൾ ഒരുപാട് ജലാശയങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം തന്നെ നമ്മളുടെ ഗൈഡ് വാതോരാതെ അവരുടെ ആ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിനെ പറ്റിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ പ്രൗഡാണ് സ്വീഡനെ പറ്റിയിട്ട്. അവരുടെ ഓരോ വാക്കിലും ആ ഒരു പ്രൗഡ്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനോഹരമായ സ്വീഡനെ പറ്റിയിട്ടും അവിടുത്തെ ഭൂപ്രകൃതിനെ പറ്റിയിട്ടും അവിടെയുള്ള ബിൽഡിങ്ങുകളെ പറ്റിയിട്ടും അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഗൈഡ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
lo que hacemos todo, decidimos que aquí vamos a hacer todo, hacerlo muy bien. 아니 없어 지금 타로 다 간 거 같은데? 시간 아까 말 안 했어요? 말 안 했어요. 못 들어갔어요. 빨리 한 번. ഈ സിറ്റി ഹാളിൻ്റെ മുന്നിലായിട്ട് നല്ല വലിയൊരു മൈതാനമുണ്ട്. അപ്പോൾ ആ മൈതാനത്തിന് ചുറ്റുമായിട്ടും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയതുണ്ട്. അതുപോലെ തന്നെ കുറേയധികം പടികളുണ്ട്, ജലാശയങ്ങളുണ്ട്. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാലും ഇവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്രദേശം തന്നെയായിരുന്നു ഇത്. ഇവിടെ ഉണ്ടായിരുന്ന ആ സിറ്റി ഹാൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ ആ കെട്ടിടങ്ങളിലെ എല്ലാ കട്ടകളും ചുവന്ന കട്ടകളായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ഇഷ്ടിക പോലുള്ള ചുവന്ന കട്ടകൾ കൊണ്ടാണ്. അതിന് വേറെ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു യൂസാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വലിയ പുൽത്തകിടി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് നടക്കാനായിട്ടുള്ള പാതകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ എടുത്തു. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അസല് തണവായിരുന്നു കേട്ടോ. നല്ല അസല് തണവെന്ന് വെച്ചാൽ നല്ല തണവായിരുന്നു ആ ഭാഗത്തെല്ലാം. അല്ല ഞാൻ വീഡിയോ ആണ് പിടിക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ബസ്സിലേക്ക് കയറി ബസ് യാത്ര തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഗൈഡ് പിന്നെയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. Houses here very expensive, more expensive than the place we were in the morning. And many embassies, they are around here and so on, and consulates and so on. But your embassy is situated at the old city, the Indian embassy. Hope 60,000. I had a Italian group the other day, and he told me, if you know some thief, Agnes, send him to me, I give the 5,000. I can sell it. I mentioned before street, my dear, right hand side, they are the most expensive apartments in Stockholm. These apartments here, to the right hand side, all this street by the sea, by the Baltic Sea, they cost about 45 to 50,000 euro per square meter, not per apartment. So my son was telling me, you never see them in sale in of museum. So they put the museum for the traditions. We passed already there. Largest one, lot of. It's a very special museum, unique in the world, and it's a big area. You need almost one day to visit all of it. It's an open air museum, and but the following about 7 children each. So then they brought these houses, the old houses, and they show how was life. So it's the old cafe, it's the old bank, it's the old, I mean, how life was here for 300, 400, 500 years ago. നമ്മളിപ്പോൾ പോകുന്നത് വാസ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ഈ നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാസ മ്യൂസിയം. നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ, അത് നോർഡിക് മ്യൂസിയമാണ്.
അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് വാസ മ്യൂസിയം കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നോർഡിക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് വാസ മ്യൂസിയം. ഇതിനുള്ളിലേക്കാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ദ്വീപിലാണ്. ഈ ദ്വീപിൻ്റെ പേരാണ് ഡിജുർ ഗാർഡൻ. ഈ ദ്വീപിലാണ് നമ്മുടെ വാസ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വാസ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മൾക്ക് ഗൈഡ് ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരികയാണ്. We are at the 4th floor now, and the all floors, they are 6, you know. The most important floor is this 4th floor. We will go around together. The 4th floor. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഗംഭീരമായിട്ടുള്ള കപ്പലാണ് വാസ കപ്പൽ. ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാതും സംരക്ഷിച്ചിട്ടുള്ളത് ഈ വാസ മ്യൂസിയത്തിലാണ്. 1990 പബ്ലിക്കിനായിട്ട് ഈ മ്യൂസിയം തുറന്നു കൊടുത്തത്. 1626 വാസ എന്നറിയപ്പെടുന്ന ഈ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഗുസ്താഫ് അഡോൾഫസ് എന്നറിയപ്പെടുന്ന ഒരു സ്വീഡിഷ് രാജാവിൻ്റെ ആജ്ഞപ്രകാരമായിരുന്നു ഈ കപ്പൽ നിർമ്മിച്ചത്. സ്വീഡിഷ് നേവിയുടെ ശക്തി ലോകത്തിന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം ഈ കപ്പൽ ഉണ്ടാക്കിയത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന തുറമുഖത്തിന് സമീപത്തായിട്ട് 1628 ഈ കപ്പൽ മുങ്ങിപ്പോയി. 334 വർഷങ്ങൾക്ക് ശേഷം 1961 വാസ കപ്പലിൻ്റെ അടിയിൽ നിന്ന് വലിയൊരു ഭാഗം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരുപാട് സംരക്ഷണ പ്രക്രിയകൾക്കൊടുവിലാണ് അതിൻ്റെ 95% ഭാഗങ്ങളും ഇവർ കണ്ടെടുത്തിട്ട് സംരക്ഷിച്ചത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ വാസ കപ്പൽ കാണാനായിട്ട് പറ്റുന്നത്. ഏകദേശം മുഴുവനായിട്ടും പുനരുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ വാസ കപ്പൽ ഇതൊരു നേവി കപ്പലാണ്. അതിൻ്റെ പൂർണ്ണ ഭംഗിയോട് കൂടിയിട്ട് ആകർഷണമായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. കപ്പലിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ശില്പങ്ങളും തടികളും അതുപോലെ ആയുധങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് പബ്ലിക്കിന് കാണാനാവുന്ന രീതിയിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പൽ മാത്രമല്ല കേട്ടോ, അതായത് ഒരു ചരിത്രവും രാജാവിൻ്റെ ഒരു സങ്കല്പവും അതുപോലെ ഒരു മനുഷ്യൻ്റെ തൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ രാജ്യത്തിന് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അഭിമാനവും സങ്കല്പവും ഒക്കെയായിരുന്നു ഈ കപ്പൽ. പക്ഷേ അതൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഭ്രാന്തമായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള അധിനിവേശത്തിനോടുള്ള താല്പര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ കപ്പൽ ഒരിക്കലും വിജയം കാണാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ സ്വീഡൻ്റെ ആദ്യത്തെ ഐസ് ബ്രേക്കർ കപ്പലും ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴും SS എറിക് എന്നായിരുന്നു ഇതിൻ്റെ പേര്. അതുപോലെ വേറെ ഒരെണ്ണമായിട്ട് നാവിക സുരക്ഷയ്ക്കാക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു കപ്പലുണ്ടായിരുന്നു. 1969 പ്രവർത്തനം അവസാനിപ്പിച്ചു ആ കപ്പൽ. അതിനുശേഷം ഇതും വാസ മ്യൂസിയത്തിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ വാസ മ്യൂസിയത്തിലുള്ളത്. ഈ വാസ മ്യൂസിയത്തിലേക്ക് കയറണം എന്ന് വെച്ചാൽ ടിക്കറ്റ് വേണം. 10 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവർത്തന സമയമുള്ളത്. സ്റ്റോക്ക്ഹോമിലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സെൻറ്ററായിട്ട് നമുക്ക് വാസ മ്യൂസിയത്തിനെ കാണാനായിട്ട് പറ്റും. ഈ വാസ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഈ കപ്പലിലുണ്ടായിരുന്ന പഴയ കിട്ടിയ ഐറ്റംസും അതല്ലാതെ ഈ രാജ്യത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന പലവിധ ഐറ്റംസും നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. നല്ല പബ്ലിക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, നല്ല തിരക്കുണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ തന്നെയായിരിക്കണം അധികവും വന്നിട്ടുണ്ടായിരിക്കുക. ഇത്രയും വലിയ ഒരു കപ്പൽ, ഇത്രയും ഗാംഭീര്യം നിറഞ്ഞ ഈ ഒരു കപ്പൽ എങ്ങനെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കടത്തി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ.
കാരണം എന്താ കപ്പലിൻ്റെ ഒരു വലിപ്പം എന്നറിയോ, വലിയ കപ്പലാണേ. കാരണം ഒരറ്റം തൊട്ട് പിടിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഒരറ്റം വരെ, അതിനൊത്ത ഉയരവും ഉണ്ട് അതിന്. അപ്പോൾ അത് അത്രയും വലിയൊരു കപ്പലാണ്. ഇതിനുള്ളിലെത്തിച്ച് അതിന് ഇത്രയധികം സംവിധാനങ്ങളോട് കൂടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു രാജ്യത്തിനും അവിടെയുള്ള ആൾക്കാർക്കും നല്ല ഒരു ഇത് കൊടുക്കേണ്ടത് തന്നെയാണ്. സ്വീഡൻ കാണുമ്പോൾ നെതർലാൻഡ്സ് പോലെ സ്വീഡൻ ബിൽഡിങ്സ് ഒക്കെ ഉണ്ണി. അങ്ങനെ വാസ മ്യൂസിയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു ചെറി ബ്ലോസം ട്രീസ് ഉണ്ടായിരുന്നു അവിടെ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. അവിടെ നിന്നിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മ്യൂസിയത്തിൽ നിന്ന് വേഗം പുറത്തിറങ്ങുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വരുന്നതിന് മുമ്പ് വേഗം നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫാമിലി ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിലുള്ള ഉമേഷ്, ആളൊരു നല്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഫോട്ടോഗ്രാഫർ മാത്രമല്ല, അദ്ദേഹം ഒരു റൈഡർ കൂടിയാണ്, ബൈക്ക് റൈഡറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും ഫാമിലിയൊക്കെ അവർ വേഗം വന്ന് അവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ടെടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണല്ലോ നോർഡിക് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നു. അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് കുറേയധികം ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ്. പിന്നെ ആ കണ്ടപ്പോൾ തന്നെ കണ്ട വഴിയുണ്ടല്ലോ, അവിടേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് അത് സെമിത്തേരിയാണെന്നുള്ളത്. പിന്നെ വേഗം തന്നെ കുറച്ച് നേരം ഈ മ്യൂസിയത്തിന് മുമ്പിൽ തന്നെ കുറച്ച് നേരം കൂടി കറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഭാഗം ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും വാസ മ്യൂസിയം മാത്രമല്ല നോർഡിക് മ്യൂസിയം കൂടി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നോർഡിക് മ്യൂസിയം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പുറമെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മ്യൂസിയമാണ് നോർഡിക് മ്യൂസിയം. ഇനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാനും പറ്റില്ല കേട്ടോ. മ്യൂസിയമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും ഞങ്ങളുടെ ബസ് യാത്ര തുടർന്നു. ബസ് യാത്രയിൽ എപ്പോഴും നമ്മളുടെ ഗൈഡ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോളായിട്ട് തന്നുകൊണ്ടിരുന്നിരുന്നു. നമ്മൾ ബസ്സിലിരിക്കുമ്പോഴായാലും ഈ സ്വീഡൻ എന്ന് പറയുന്ന ഈ രാജ്യം ഉണ്ടല്ലോ, അത് ഭയങ്കര മനോഹരമാട്ടോ. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹാരിത സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ്
ഞാൻ കരുതിയിരുന്നത് നോർവേ മാത്രം അല്ലെങ്കിൽ ഫിൻലാൻഡ് മാത്രമാണ് ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശം എന്നാണ്. പക്ഷേ ഒരിക്കലും അല്ല. സ്വീഡൻ എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസിക്കായിട്ടുള്ള കെട്ടിടങ്ങളുടെ മിക്കതും നിയോ ക്ലാസിക്കൽ രീതിയിലാണ് അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രത്യേക മനസ്സിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കെട്ടിടങ്ങൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള സിറ്റി എന്നല്ല, ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കുമ്പോഴും നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. അത് തന്നെ നമുക്കുണ്ടാക്കുന്ന ഒരു പ്രത്യേക വൈബ് ഉണ്ടല്ലോ. ക്ലീനായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടമുണ്ടായിരിക്കുക. അതുപോലെ നല്ലൊരു ക്ലീനായിട്ടുള്ള രാജ്യം തന്നെയാണ് കേട്ടോ സ്വീഡൻ. അപ്പോൾ സ്വീഡനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും അത് മിസ്സാക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. When this blue building is the concert house when the Nobel Prizes are awarded here. They don't want, for instance, because I am a poor teacher, they don't want me to go there and have me at the next city to the right. It's a walking street. It is the House of Parliament. You see, a small island around this water, around it. And in front of us, it's the palace, the Royal Palace of Stockholm. It is from 1600, but today it's just like a museum, or the king has got his 10 people, and then they started writing a little bit, and this the royal family is costing a lot, but the king, they are always very smart, these people. He came to the television 1 year ago and he said, "Oh, my dear fellows, you have paid, this is the cathedral to the right up there, and we just passed the palace, and then all these buildings we have to pay only for him, his wife, the crown princessa, her husband, and the first child. We have to pay for 5 people at the royal family. The rest," he said, "they have to go to universities, to schools, to one." That means the whole island is going down about 5 millimeters annually. It's a lot, of documents and so on, hopefully, touch wood. So I hope you see the flag up there in front. Yes. I told you. That's why I point it out every time I pass here with the Indians. All hail Mother of India. Sally, I am proud. Being Indian. Every time I pass here with the Indians. On the left hand side you have a church from 1200, and it's a mausoleum. And now we are between the House of Parliament and the palace. എന്റെ യാത്രാ വേണമെന്നുണ്ട് യുഎസിനെ കുറിച്ച്. ടൈം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ On the left hand side you have the Opera House. In front of us on the other side, the building with the green roof, it is the Grand Hotel, the most expensive and luxury hotel in Stockholm. There they are living only the Nobelists when they come here. You know, you have the Indian Nobelist, 19 same payment, staying at home with the children or going to job. It's the same. It's tale quale also. So it's better to have children. But if they go studying after that, he took a very big suitcase and he started packing. I said, where are you going? Are you going on a trip? He said to me, "Ma'am, you're joking. You're coming from another culture. In Italy, they have La Famiglia. It's very strong."
അപ്പോൾ ഈ ബെന്നീസിനൊപ്പം നടത്തിയ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഇതിലുണ്ടായിരുന്ന ഗൈഡ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെത്തുമ്പോഴും ഓരോ ഗൈഡുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ ഇംഗ്ലീഷിലാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഇംഗ്ലീഷൊന്നുമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് അവർ ഇംഗ്ലീഷ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഭാഷ ഇപ്പോൾ ഓരോ രാജ്യത്തെത്തുമ്പോഴും സ്വീഡിഷും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് നമ്മളെപ്പോലെ തന്നെയാണ് ഇംഗ്ലീഷ് അറിയുള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന ആ രീതിയിലല്ല ഇവർ സംസാരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന, സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ ഹോട്ടലിലെത്തി. യാത്രയൊക്കെ കഴിഞ്ഞു, ഹോട്ടലിലെത്തി. പക്ഷേ യാത്ര കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഗൈഡിനോടൊപ്പം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മളെ ബസ്സിനോടൊപ്പമുള്ള യാത്ര മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് നമുക്കിനിയും പുറത്തേക്ക് പോവാം. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്ന റൂം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന റൂം ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാറാണ്. അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റൂം ഞങ്ങൾക്ക് തരാറാണ് പതിവ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ മക്കളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ മിക്കപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡിനുള്ള സ്പേസുള്ള റൂം തന്നെയാണ് നമുക്ക് ഉണ്ടാവാറ് കേട്ടോ. അപ്പം മക്കളുടെ അടുത്തേക്ക് മാറുമ്പോൾ ചിലപ്പോൾ അത് 2 ബെഡായിട്ടുള്ളത് കിട്ടുന്നു മാത്രം. പക്ഷേ ഞങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 3 പേർക്ക് കിടക്കാനായിട്ടൊക്കെ ആ ബെഡിൽ സാധിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക് യാർഡാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാനത് വൈകുന്നേരം കുറച്ചൊരു വീഡിയോ എടുത്തു ഇപ്പോഴേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം കാലത്തെടുക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആയതിന് ശേഷം വേഗം പുറത്തേക്ക് പോകണം. പക്ഷേ ബാക്ക് യാർഡ് കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. അവിടെയൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് തുറന്ന് നോക്കി, മുഖമൊക്കെ ഒന്ന് കഴുകി, ചെറുതായിട്ടൊന്ന് ഫ്രഷായി എന്ന് തന്നെ പറയാം. നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി അവിടുത്തെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ തന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ തന്നെ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഒരു ചെറിയ ചായയൊക്കെ വെച്ച് കുടിച്ചു. അതിനുശേഷം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി അതിനുശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ സിറ്റുവേഷൻ. ഇതാണ് ടോയ്ലറ്റൊക്കെ എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു ഇത് നമ്മൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യൻസിനാണെങ്കിലും നമ്മൾ മലയാളികൾക്കായാലും അത് തീരെ അങ്ങോട്ട് അൺസഹിക്കബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. Down, the landscapes are just wow. And this is the most important thing we had. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴുണ്ട് സുനിലും ഭാര്യ ആഗ്നസും ഉണ്ടല്ലോ. അവർ രണ്ടുപേരും വീണ്ടും സുനിൽ നല്ല ഫോട്ടോഗ്രാഫറാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സുനിലിന് ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പോലെയാണ്. അപ്പോൾ വീണ്ടും ക്യാമറ റൂമിലൊക്കെ കയറുന്നതും ഇറങ്ങുന്നതും ഇതിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് തോന്നുന്നു നമുക്ക്. നടന്ന് ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആഗ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ പറയുന്ന എല്ലാ രീതിയിലും ഫോട്ടോ എടുക്കാനായിട്ട് നല്ല മോഡലായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുനിലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഞങ്ങളും ചില സമയത്തൊക്കെ മോഡലായി നിന്നുകൊണ്ട് ഞങ്ങൾക്കും കിട്ടി ഒരുപാട് നല്ല ഫോട്ടോസ്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഇതൊരു ബാറ് പോലുള്ള സെറ്റിങ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഉൾഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമാട്ടോ. നമ്മൾക്ക് അതൊരു ബഹാറാണെന്നൊന്നും ഉള്ള ഒരു ഇതൊന്നുമില്ല. ഒരു എന്താ പറയുക, അതിന് ഒരു പ്രത്യേക ഭംഗി. നിറവ് ലൈറ്റൊക്കെ ഇട്ട് ഗ്ലാസ്സുകളും കുപ്പികളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം.
അതിന് ബാറ് നമ്മളുടെ അവിടെ ബാറെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന പോലെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അവർക്കത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തണവാണ്. അവർക്ക് ജീവിതത്തിന് അത് കൂടിയേ തീരുള്ളൂ. അപ്പോൾ നമ്മളുടെ പോലുള്ള കാലാവസ്ഥയല്ലല്ലോ അവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഇല പൊഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. അതെല്ലാതും ഒപ്പം വെട്ടി നിർത്തിയതുപോലെ ഒരു സ്കെയിൽ വെച്ച് വരച്ച പോലെയാണ് ആ മരങ്ങളെല്ലാം നിൽക്കുന്നത്, ഒരേ നേർരേഖയിൽ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെയും കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ഈ ഈവനിങ് വാക്കിൽ ഞങ്ങൾ കണ്ടു കേട്ടോ സ്വീഡനിൽ. നല്ല തണവാണ്. എൻ്റെ കൈയൊക്കെ തണുത്ത് മരവിച്ചു. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പോലെയാണ് കൈയൊക്കെ ഇരുന്നിരുന്നത്. ഈ ഈവനിങ് വാക്ക് എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ സ്വീഡനിലുണ്ടായിരുന്ന ഈവനിങ് വാക്ക് ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പ്രദേശമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അതിന് ഉള്ളിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള വീടുകളും പിന്നെ ഒരു കനാലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാഴ്ച കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം കുറേ ഫോട്ടോസും എടുത്തിട്ട് ഞങ്ങൾ അപ്പോൾ റൂമിലേക്കല്ല ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും രാത്രിയായപ്പോൾ പിന്നെയും ഞങ്ങൾ ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ ഉമേഷും ഫാമിലിയൊക്കെ അവരുണ്ട് വീണ്ടും രാത്രി ഇറങ്ങാനായിട്ട് പോകണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും ഇറങ്ങി ഒരു ട്രിപ്പും കൂടി. വീണ്ടും ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയില്ല, കുറച്ച് ദൂരത്ത് പോയിട്ട് വീണ്ടും ഞങ്ങൾ കുറേയധികം വീഡിയോസൊക്കെ എടുത്തു. അതെൻ്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് ഞാൻ തപ്പി നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി ഇതിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള രീതികളുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം കേട്ടോ.